നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വളപട്ടണത്ത് ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ കക്കൂസ് മാലിന്യ ലോറിയിൽ സഞ്ചരിച്ചിരുന്ന ഒരാളെയും പിടികൂടി. തിങ്കളാഴ്ച ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ അരോളി സ്വദേശി അശ്വിനാണ് മരണപ്പെട്ടത്. കണ്ണൂർ കലക്ടറേറ്റിൽ റവന്യൂ റിക്കവറി വിഭാഗം ഭൂമി തരംതിരിക്കൽ ഓഫീസിൽ വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയത് ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന 500ഓളം അപേക്ഷകൾ. ജില്ലയിൽ കാലവർഷം കനത്തതോടെ കെഎസ്ഇബിക്ക് ഇതുവരെ 8.96 കോടി രൂപയുടെ നാശനഷ്ടം. നിരവധി പോസ്റ്റുകളും ലൈൻ കമ്പികളും നശിച്ചു. മഴക്കാലപൂർവ്വ പ്രവൃത്തികൾ താളം തെറ്റിയെന്ന ആരോപണം. തലശ്ശേരി നഗരസഭാ യോഗത്തിൽ വാക്കേറ്റവും ഇറങ്ങിപ്പോക്കും. വാർത്തകൾ വിശദമായി. കണ്ണൂർ വളപട്ടണത്ത് ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ കക്കൂസ് മാലിന്യ ലോറിയിൽ സഞ്ചരിച്ചിരുന്ന ഒരാളെയും പിടികൂടി. വളപട്ടണം പാലത്തിന് സമീപം തിങ്കളാഴ്ച ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ അരോളി സ്വദേശി അശ്വിനാണ് മരണപ്പെട്ടത്. വളപട്ടണം പാലത്തിന് സമീപം മെയ് 26-ാം തീയതി ഉണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരനായ അരോളി സ്വദേശി അശ്വിൻ മരണപ്പെട്ടത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ലോറിയിൽ സഞ്ചരിക്കുന്ന ഒരാളെയുമാണ് വളപട്ടണം പോലീസ് പിടികൂടിയത്. ലോറിയിൽ കണ്ട അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ടാങ്കർ ലോറികൾ പരിശോധിക്കുകയും നിരവധി CCTV കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് വാരത്ത് ആളൊഴിഞ്ഞ ഒരു കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ ലോറി കണ്ടെത്തിയത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മനസ്സിലാവാത്ത വിധം മറച്ചിരിക്കുകയും ചെയ്തിരുന്നു. ലോറിയിൽ സഞ്ചരിച്ചിരുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹന ഡ്രൈവറെ തിരിച്ചറിയുകയും ചെയ്തു. വളപട്ടണം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിൽ SI വിപിൻ TM, SI ഉണ്ണികൃഷ്ണൻ, ASI നിവേദ്, സീനിയർ CPO രൂപേഷ്, CPO കിരൺ, CPO സുമിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കണ്ണൂർ കലക്ടറേറ്റിൽ റവന്യൂ റിക്കവറി വിഭാഗം ഭൂമി തരംതിരിക്കൽ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ ഈ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ഡെപ്യൂട്ടി കളക്ടർ സിരോഷ് P. ജോണിന്റെ അലംഭാവത്തെ തുടർന്നാണ് അങ്ങനെ സംഭവിച്ചതെന്നും പരാതി ഉയർന്നതിനെ തുടർന്നാണ് റെയ്ഡ്. ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ ഈ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ഡെപ്യൂട്ടി കളക്ടർ സിരോഷ് P. ജോണിന്റെ അലംഭാവത്തെ തുടർന്നാണ് അങ്ങനെ സംഭവിച്ചതെന്നും പരാതി ഉയർന്നതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. സിരോഷ് P. ജോൺ സസ്പെൻഷനിൽ കഴിയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇൻസ്പെക്ടർ P. സുനിൽകുമാർ, ASI EK രാജേഷ്, സീനിയർ CPO അജേഷ് എന്നിവരും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ ഫിനാൻസ് ഓഫീസർ KV മുകുന്ദനും റെയ്ഡിന് എത്തിയത്. ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട 50ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായി വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തി. ജില്ലയിൽ കാലവർഷം കനത്തതോടെ കെഎസ്ഇബിക്ക് ഇതുവരെ 8.96 കോടി രൂപയുടെ നാശനഷ്ടം. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞുമായി നിരവധി പോസ്റ്റുകളും ലൈൻ കമ്പികളും നശിച്ചു. മെയ് 20 മുതലുണ്ടായ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിൽ 4.92 കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. 616 വൈദ്യുത പോസ്റ്റുകൾ നശിച്ചു. 1953 ഇടങ്ങളിൽ ലൈൻ കമ്പി പൊട്ടി. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ തകരാറിലായി. വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണത്തിന് വലിയ തടസ്സം നേരിടേണ്ടി വന്നു. ശ്രീകണ്ഠാപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ 95 ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും 677 ലോ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും നശിച്ചു. 42 ഇടങ്ങളിൽ ഹൈടെൻഷൻ കേബിളുകൾ പൊട്ടി. 1531 ഇടങ്ങളിൽ ലോ ടെൻഷൻ കേബിളുകളും പൊട്ടി വീണു. 2 ട്രാൻസ്ഫോമറുകളും നശിച്ചു. ആകെ 4.04 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ കണ്ണൂർ ജില്ലയിൽ. ചക്രവാത ചുഴിയും കാലവർഷവും ഒന്നിച്ചു വന്നപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കണ്ണൂർ ജില്ലയിലാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാർച്ച് 1 മുതൽ ഉള്ള വർഷപാത കണക്കിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തതായി കാണിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ സാധാരണ വർഷപാതം 208.8 മില്ലിമീറ്റർ ആണ്. എന്നാൽ 2 മാസവും 27 ദിവസവും കൊണ്ട് 774.5 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തത്. കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. കണ്ണൂർ വലിയന്നൂരിൽ മരങ്ങൾ വീണ് കടകൾ തകർന്നു. കണ്ണൂർ മട്ടന്നൂർ പാതയിലെ വലിയന്നൂരിൽ രാവിലെ 7:30ഓടെയാണ് ശക്തമായ കാറ്റ് വീശിയത്. മരങ്ങൾ വീണ് കടകളും വൈദ്യുത തൂണുകളും തകർന്നു. കാറ്റിൽ പെട്ടിക്കട പറന്ന് ലോട്ടറി തൊഴിലാളിക്ക് പരിക്കേറ്റു. കണ്ണൂർ വലിയന്നൂരിന് സമീപം ചതുരക്കിണറിലും അതിശക്തമായ കാറ്റിൽ നാശനഷ്ടമുണ്ടായി.
കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പന്ന്യന്നൂർ പഞ്ചായത്തിലെ 50 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനം. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന പന്ന്യന്നൂർ പഞ്ചായത്ത് ദുരന്ത നിവാരണ യോഗത്തിലാണ് തീരുമാനം. പുഴയോരങ്ങളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്ന 50ഓളം പേരെയാണ് നോട്ടീസ് നൽകി മാറ്റി താമസിപ്പിക്കുക. കുടുംബ വീടുകളിലേക്ക് മാറാത്തവർക്ക് ഇതിനായി പഞ്ചായത്ത് സംവിധാനമൊരുക്കും. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാത്തവർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി ഉണ്ടാകുമെന്നും യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ അധ്യക്ഷനായി. ഒന്നാം ദിവസം കാറ്റടിച്ചപ്പോൾ തന്നെ ഏതാണ്ട് 10-15ഓളം വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ലൈനുണ്ട്, അതോടൊപ്പം തന്നെ മരങ്ങൾ ധാരാളമായി പൊട്ടിയതാണ്. ഇപ്പോഴും ഇലക്ട്രിസിറ്റി ലൈൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധം അത്രയും സങ്കീർണമായ രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ കാലത്തോടുകൂടി മെനഞ്ഞാന്ന് അടിച്ചത് ഈ റോഡിൻ്റെ പാനൂർ തലശ്ശേരി റോഡിൻ്റെ വടക്ക് ഭാഗത്താണെങ്കിൽ ഇന്നലെ തെക്ക് ഭാഗത്തായി കാറ്റടിക്കുകയും പുഞ്ചക്കര ഭാഗത്തുള്ള ഏതാനും വീടുകൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഏതാനും വീടുകളിൽ പ്രശ്നം വരുന്നത് തന്നെ, പക്ഷേ വലിയ അളവിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കൂടുതൽ വീടുകളെ അതിലൊരു 3-4 വീടുകളെ മാത്രമാണ് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇതിൽ കാണുന്നത് ഒന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്ക് രൂപ പോലും സർക്കാരിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 വർഷമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫണ്ടിങ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നത്. ആ ശേഖരിച്ച വിവരങ്ങൾ ഫോട്ടോ സഹിതം കുറച്ച് ചെലവഴിച്ചിട്ട് കൂടിയാണ് ഓരോരുത്തരും അവരുടെ പരാതി സെറ്റ് ചെയ്തത്. കാരണം ഫോട്ടോസ് വേണം. അപ്പോൾ ഫോട്ടോസ് ഫോണിലെടുത്ത് അതിനുശേഷം കടയിൽ പോയി അത് ചിത്രമാക്കി മാറ്റിയെടുത്തിട്ടൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പൈസയൊക്കെ ചെലവിട്ടിട്ടാണ് ആളുകൾ അപേക്ഷ നൽകിയത്. ടി ഹരിദാസൻ, ഡോക്ടർ പി മുഹമ്മദ്, കെ ജയരാജൻ, കെ ബാലൻ, സന്തോഷ് ഒടക്കാത്ത്, VM ബാബു മാസ്റ്റർ, ടി അഷ്കർ, കെ മോഹനൻ മാസ്റ്റർ, കെ രാജൻ, കെ ലോജീഷ്, ടി സുരേന്ദ്രൻ, സി മനോജ്, വാർഡംഗം കെ ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ശശിധരൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പി വിനോദ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ പി രാഹുൽ, കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി VM ഷീബ സ്വാഗതം പറഞ്ഞു. പെരിങ്ങത്തൂർ കായപ്പനച്ചിയിൽ ശക്തമായ മഴയിൽ വീട്ടുമതിലും മരങ്ങളും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടവും പുഴയെടുത്തു. കളരിയുള്ളതിൽ മജീദിന്റെ വീടിന്റെ മതിലും പറമ്പും മുറ്റവുമാണ് പെരിങ്ങത്തൂർ പുഴയിൽ ഒഴുകിപ്പോയത്. കളരിയുള്ളതിൽ മജീദിന്റെ വീടിന്റെ മതിലും പറമ്പും മുറ്റവുമാണ് പെരിങ്ങത്തൂർ പുഴയിൽ ഒഴുകിപ്പോയത്. തൊട്ടടുത്ത് കളരിയുള്ളതിൽ കുഞ്ഞമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടവും പുഴയെടുത്തു. തെങ്ങുകൾ, പ്ലാവ്, ബദാം എന്നിവയും പുഴയിലായി. ഏതാണ്ട് വീടോട് ചേർന്ന് മുറ്റവും 5 സെന്റ് സ്ഥലവുമാണ് പുഴ കവർന്നത്. കായപ്പനിച്ചി പെരിങ്ങത്തൂർ പുഴയിൽ വീട്ടുഭാഗങ്ങൾ ഒഴുകിപ്പോയ കളരിയുള്ളതിൽ മജീദിന്റെ വീടും വീട്ടുപരിസരവും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ്, മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമദാസ്, കെ രാഹുലൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണ് അപകട ഭീഷണിയായി പാനൂരിലെ മത്തിക്കളം കുന്ന്. പുത്തൂർ വില്ലേജിലെ ഈ കുന്നിൽ ആഴത്തിൽ നീർച്ചാലുകൾ രൂപപ്പെട്ടതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കെ മോഹനൻ MLA, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് 18ാം വാർഡ് അംഗം പി നിഷ്ന, ടി സജീവൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കൈവേലിക്കൽ മത്തിക്കളം കുന്നിൽ നേരത്തെ നടന്നിരുന്ന ചെങ്കൽ ഖനനമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. മഴയത്ത് കുന്നിന് വന്ന വിള്ളലുകളും മറ്റും പരിസരവാസികളിൽ ഭീതി ഉണർത്തുന്നുണ്ട്. കുന്നിൽ 30 മീറ്ററോളം വിള്ളലുണ്ടായിട്ടുണ്ട്. സമീപത്തെ കിണറുകളിൽ ചെളിവെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട്. താഴ്വാരത്ത് 20ഓളം വീടുകളുള്ള ഇവിടെ മറ്റൊരു ചൂരൽമലയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കണ്ണംവെള്ളി KP നൂറുദ്ദീൻ സാഹിബ് മെമ്മോറിയൽ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറുദ്ദീൻ സാഹിബ് അനുസ്മരണ സമ്മേളനവും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ ചടങ്ങും നടത്തി. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. KP നൂറുദ്ദീൻ സാഹിബിന്റെ ഓർമ്മദിനം കണ്ണംവെള്ളി KP നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. രാവിലെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു.
ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അഭിമാനകരമായ വിജയം ഉണ്ടാവുക, അതിനൊരു നാട് ഒന്നിച്ചു ചേർന്ന് അവരെ ആദരിക്കുക, അവരെ സ്വീകരിക്കുക, അവർക്ക് ഈ കുഞ്ഞു ഉപഹാരം കൊടുക്കുക. ഉപഹാരത്തിന് ചെലവഴിക്കുന്ന തുകയുടെ അല്ല, ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് അവരുടെ കൈകളിലേക്ക് അത് കൊടുക്കും. അവരുടെ അച്ചീവ്മെന്റിൽ നാട് സന്തോഷിക്കുന്ന ഒരു മെസ്സേജാണ്. നാളെ അവരവരുടേതായ രീതിയിൽ ഇപ്പൊ സന്തോഷേട്ടന്റെ മോളുടെ കാര്യം തന്നെ ഇപ്പൊ ഇവിടെ പറയാം. നമ്മള് പിന്നെ എവിടെ മോളെ എവിടെയാ IIT-യിൽ ഗാന്ധിനഗർ IIT-യിലേക്ക് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിക്ക് പ്രവേശനം നേടി കിട്ടുക എന്ന് പറഞ്ഞാൽ സ്മോൾ തിങ്. പിന്നെ അവരവരുടെ പിന്നെ വഴിവെട്ടി വന്നതിനെ സംബന്ധിച്ച് കുട്ടികളുടെ സ്വന്തം വഴികൾ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചുള്ളൊരു മെസ്സേജ്. ഞാനിപ്പം ഷീനേച്ചിയോട് ഒരു കാര്യം സംസാരിക്കായിരുന്നു. അവരുടെ മോളുടെ ജോലിയുടെ കാര്യത്തിന് അവര് തനിച്ചു പോയി ആ ജോലി പിന്നെ അത് നേടിയെടുത്തതിനെ സംബന്ധിച്ച് ഒരു അമ്മ പറയുന്ന അഭിമാനത്തോടെയുള്ള വാക്കുകൾ പറയാൻ കാരണന്മാരുണ്ട്. നിങ്ങൾ നാടിന് ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഇടമാണ് നിങ്ങളുടെ അച്ചീവ്മെന്റ്സും നിങ്ങളുടെ എഫേർട്ടും. പിന്നെ അത് കിട്ടാത്ത ആളുകൾക്ക് ഇതൊരു എൻകറേജ്മെന്റ് ആണ്. ഇപ്പൊ എല്ലാവരും A+ വാങ്ങുക, എല്ലാവരും ഫുൾ A+ വാങ്ങുക എന്നുള്ളതല്ല. അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവാം. മറ്റുള്ളവരുടെ കഴിവുകൾ ചിലപ്പോൾ വേറെ ചില മേഖലകളിൽ വ്യത്യസ്തമാവാം, ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ കേന്ദ്രീകൃതമാവാം. ഇനിയിപ്പം പഠനത്തിന്റെ പ്രക്രിയ മാറുക, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന്റെ സെലക്ഷനും ചോയ്സും ഒക്കെ ഇനി കുറെ കഴിഞ്ഞിട്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളായിക്കോണമെന്നില്ല. LSS, USS, SSLC, +2 വിജയികളെയും ഗുജറാത്ത് ഗാന്ധിനഗർ IIT-യിൽ M.Tech-ന് പ്രവേശനം ലഭിച്ച വൈഷ്ണ N. സന്തോഷിനെയും ചടങ്ങിൽ ആദരിച്ചു. അടുത്തത് മുഹമ്മദ് നിബുഹാൻ. ചെയർമാൻ സന്തോഷ് കണ്ണമ്പള്ളി അധ്യക്ഷനായി. വി. സുരേന്ദ്രൻ, മുഹമ്മദ് ബ്ലാത്തൂർ, KP സാജു, ഹരിദാസ് മൊഗേരി, വിജിൻ മോഹൻ, KP ഹാഷിം, CV ജലീൽ, വള്ളിൽ നാരായണൻ, MC അതുൽ, KC ബിന്ദു, രാഹുൽ, T. ഷിജുകുമാർ എന്നിവർ സംസാരിച്ചു. KP മിഷ് സ്വാഗതവും രാജൻ കലുമൽ നന്ദിയും പറഞ്ഞു. സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടിയിരുന്ന മഴക്കാലപൂർവ്വ പ്രവൃത്തികൾ നടത്തുന്നതിൽ നഗരസഭ അലംഭാവം കാട്ടിയതാണ് ആദ്യ മഴയിൽ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് നരകയാതനകൾ നേരിടേണ്ടി വന്നതെന്നാരോപിച്ച് തലശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF, BJP അംഗങ്ങളാണ് വിഷയം ഉന്നയിച്ചത്. ആരോപണങ്ങൾക്ക് ചെയർപേഴ്സൺ നൽകിയ വിശദീകരണ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് UDF-ന്റെയും BJP-യുടെയും അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ആരോപണങ്ങൾക്ക് ചെയർപേഴ്സൺ നൽകിയ വിശദീകരണ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞാണ് UDF-ന്റെയും BJP-യുടെയും അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട്, ഡ്രൈനേജിലെ മണ്ണും ചെളിയും മഴ തുടങ്ങുന്നതിന് മുൻപേ നീക്കം ചെയ്യാത്തതുകൊണ്ടാണെന്നും നഗരസഭയല്ല ഇത് നരകസഭയാണെന്നും BJP കൌൺസിലർ K. ലിജേഷ് കുറ്റപ്പെടുത്തി. പഴയ ബസ് സ്റ്റാൻഡിലെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ മുടങ്ങിയതും ലോഗൻസ് നവീകരണം പൂർത്തിയാക്കാൻ വൈകുന്നതും അപകടാവസ്ഥയുള്ള മരങ്ങളും വീട്ടുമതിലുകളും വരുത്തുന്ന ദുരന്തങ്ങളും UDF പ്രതിനിധികളും ഉന്നയിച്ചു. മഴയ്ക്ക് മുൻപേ ചെയ്യേണ്ടുന്നതെല്ലാം ചെയ്തിരുന്നുവെന്നും പെരുമഴയിൽ ഉണ്ടായ ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിടാൻ എല്ലാവരും കൂട്ടായി രംഗത്തിറങ്ങേണ്ട അവസരത്തിൽ രാഷ്ട്രീയ പോര് ശരിയല്ലെന്നും യോഗം നിയന്ത്രിച്ച ചെയർപേഴ്സൺ KM ജമുനാറായൺ ടീച്ചർ നൽകിയ മറുപടിയിൽ തൃപ്തരല്ലാതെയാണ് UDF-ഉം BJP-യും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇന്നത്തെ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കാൻ ഇടയുണ്ടായ കാരണം തലശ്ശേരി നഗരത്തിൽ ഈ കാലവർഷക്കെടുതിയിലുണ്ടായ ഈ വെള്ളപ്പൊക്കമാണ്. പല പ്രദേശങ്ങളിൽ തലശ്ശേരി ടൗണും അതുപോലെ തന്നെ മറ്റ് ഇന്ദിരാഗാന്ധി മറ്റു എല്ലാ ഹോസ്പിറ്റൽ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളപ്പൊക്കം തന്നെ എന്ന് പറയാം. കാരണം അതിനൊക്കെ കാരണമുണ്ടായത് അശാസ്ത്രീയപരമായിട്ടുള്ള ഈ ഓവുചാല് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് അതിലെ മണ്ണ് നീക്കം നടത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് തലശ്ശേരി നഗരസഭയിൽ ഈ കൗൺസിൽ യോഗത്തിൽ ചോദിച്ചപ്പോൾ അതൊക്കെ നടന്ന് എന്ന രീതിയിലേക്ക് ചെയർമാൻ മറുപടി തരുമ്പോൾ തീർച്ചയായും നമ്മളൊക്കെ C ഡിവിഷനും മറ്റുള്ള ഡിവിഷനുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് യാതൊരു മറുപടി തരാൻ സാധിക്കാത്ത വിധത്തിലാണ് ചെയർമാൻ ഇന്ന് പെരുമാറിയിട്ടത്. കൗൺസിൽ യോഗത്തിൽ C. സോമൻ, MV ജയരാജൻ, TV റാഷിദ് ടീച്ചർ, K. ഭാർഗവൻ, KP അൻസാരി, ഫൈസൽ പുനത്തിൽ, K. ലിജേഷ്, MM ഷീബ, K. അജേഷ്, COT ഷബീർ, KV വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ.
Amrita Vidyalayam, Punnol, Talasheri, one of the top CBC schools in Kannur district. Daily meditation and assembly. 20 bus routes. Advanced lab for physics, chemistry, biology, mathematics and computer science. Atal Tinkering Lab focuses on robotics. Extra co-curricular activities like music, dance, keyboard, guitar, taekwondo, chess and football. Yoga training for physical health. Lively KG room, activity room and playroom. Library with 8,000 plus books. Digitalized classrooms. Hygienic and pure vegetarian canteen. For admission, please contact 0490 235 7777. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ തിരുവാൽ UP സ്കൂളിലെ മിടുക്കർക്ക് പ്രധാനാധ്യാപികയുടെ വക വിമാനയാത്ര.
വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് നേടിയ 15 വിദ്യാർത്ഥികൾക്കാണ് വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രധാന അധ്യാപിക KV റംല വിമാനയാത്രയിലൂടെ വിജയമധുരം സമ്മാനിച്ചത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള വിമാന, ട്രെയിൻ യാത്രാ ചിലവുകൾ വഹിച്ചത് പൗരപ്രമുഖനും വ്യവസായിയുമായ ചിറ്റോളി യൂസഫ് ഹാജിയാണ്. പാനൂർ തിരുവാൽ UP സ്കൂളിലെ മിടുക്കർക്കാണ് പ്രധാനാധ്യാപികയുടെ വക വിമാനയാത്ര ഒരുക്കിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് നേടിയ 15 വിദ്യാർത്ഥികൾക്കാണ് വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രധാനാധ്യാപിക KV റംല വിമാനയാത്രയിലൂടെ വിജയമധുരം സമ്മാനിച്ചത്. LSS USS പരീക്ഷയിൽ വിജയം നേടിയ 15 വിദ്യാർത്ഥികൾക്കായിരുന്നു ഈ സുവർണാവസരം ഒരുക്കിയത്. രാവിലെ കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്ന സംഘത്തിൽ 10 അധ്യാപകരും ഉണ്ടായിരുന്നു. കൊച്ചി മെട്രോയും വിനോദ കേന്ദ്രങ്ങളും സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത്. വ്യവസായ പ്രമുഖൻ ചിറ്റൂളി യൂസഫ് ഹാജി സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയതോടെയാണ് യാത്ര യാഥാർത്ഥ്യമായത്. ഏറെ നാളായുള്ള വിമാനയാത്ര എന്ന ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ഏറെ കൗതുകത്തോടെയായിരുന്നു കുട്ടികൾ വിമാനയാത്രയും കൊച്ചിയിലെ മെട്രോ യാത്രയും ആസ്വദിച്ചത്. ഏറെ നാളായുള്ള ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ മടങ്ങിയത്. ഈ മാസം 31-ന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് കുട്ടികൾക്കായി ഹൃദ്യമായ യാത്ര പ്രധാനാധ്യാപിക ഒരുക്കിയത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആകാശയാത്ര ആസൂത്രണം ചെയ്തിരുന്നതാണെന്നും LSS USS പരീക്ഷകൾക്ക് മുമ്പ് തന്നെ വിജയിക്കുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസ് സമ്മാനം നൽകുമെന്ന് കുട്ടികളെ അറിയിച്ചിരുന്നുവെന്നും റംല ടീച്ചർ പറഞ്ഞു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ അക്ഷർ ജ്യോതി സമർപ്പണം നടന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷർ ജ്യോതി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 4 ഗ്രാമപഞ്ചായത്തുകളിൽ സർവേ നടത്തി സാക്ഷരതാ പ്രേരകന്മാരുടെ സഹായത്തോടെയാണ് അക്ഷർ ജ്യോതി പദ്ധതി പൂർത്തീകരിച്ചത്. തിരുവനന്തപുരം സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. പഠനത്തിന്റെ ഭാഗമായുള്ള ഇവാലുവേഷൻ സ്റ്റഡി റിപ്പോർട്ട് സമർപ്പിച്ചു. തിരുവനന്തപുരം SRC പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ C സ്വരാജ് റിപ്പോർട്ട് സമർപ്പിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജയും ഭരണസമിതി അംഗങ്ങളും ഏറ്റുവാങ്ങി. ആ 100 പേര് പഠിപ്പിക്കാനുണ്ടാകും. 100 പേരെ വീട്ടിലും 100 പേര് ബന്ധപ്പെടുന്ന ആൾക്കാരും 100 പേര് പഠിപ്പിക്കുന്ന ആൾക്കാരിലും എല്ലാം ഇതിന്റെ സന്ദേശം പോവാണ്. ഇത് നേരത്തെ സ്വാറ് പറഞ്ഞ കണക്ക് ഇത് പല രീതിയിലാണ് ഇത് പെർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണത്. പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ ഇൻഫർമേഷൻ പോകണം. ഇത് പല രീതിയിലും നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോഷ്യൽ ക്യാപിറ്റൽ. എത്രമാത്രം മൂലധനം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പം അത്രയും രൂപയൊന്നും നമ്മളെ കാണും. പക്ഷെ നമ്മളെ എത്രമാത്രം സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടെന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവവും കൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതൊരു സമൂഹം, നിങ്ങൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമീപനം എടുത്തുകൊണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാരാണ്. ഇവിടെ പങ്കെടുത്ത ആൾക്കാരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 62ആണ്. 62 വയസ്സാണ് അവരുടെ ആവറേജ് ഏജ്. നേരെ മറിച്ച് ഇൻസ്ട്രക്ടർമാരുടെ ആവറേജ് ഏജ് എനിക്ക് തോന്നുന്നു 42 48 ആണ്. ഏകദേശം ഒരു 10, 15, 16 വയസ്സ് ഗ്യാപ്പുള്ള ആൾക്കാരാണ് ഇവരെ പഠിപ്പിക്കാൻ ചെന്നത്. ഇത്രയും പേര് അതേ ഇതിലുള്ള ആൾക്കാർ ഈച്ച് വൺ എന്ന് പറയുന്ന ഒരു രീതിയിൽ ചെയ്തു. SRC കോർഡിനേറ്റർ ഡോക്ടർ NB സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമേശ് കണ്ടോത്ത്, പ്രസീത N, KP ശശിധരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TD തോമസ് സ്വാഗതവും എക്സ്റ്റൻഷൻ ഓഫീസർ ബാബു മണപ്പാട്ടി നന്ദിയും പറഞ്ഞു. പ്രമുഖ ബോട്ടണിസ്റ്റും അക്കാഡമിഷ്യനുമായ ഡോക്ടർ TM ഖലീൽ ചൊവ്വയെ PV മുഹമ്മദ് സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. തലശ്ശേരി മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആദരം ഒരുക്കിയത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നവോത്ഥാന പ്രവർത്തനത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ എന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പ്രസ്താവിച്ചു. TMA ഏർപ്പെടുത്തിയ PV മുഹമ്മദ് സ്മാരക അവാർഡ് പ്രമുഖ പാരിസ്ഥിതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഖലീൽ ചൊവ്വയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു മാതൃകാ പ്രസ്ഥാനമാണ്. TMA എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മാതൃകാ പ്രസ്ഥാനമാണ്. എന്താണ് ഈ സമൂഹത്തിന് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ അറിവിന്റെ ബോധ്യത്തിൽ വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ചു നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് TMA കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമുക്കിവിടെ അവാർഡ് കൊടുക്കാൻ അവാർഡിന് അർഹനായ ബഹുമാനപ്പെട്ട ഖലീൽ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
നമ്മുടെ എല്ലാം അഭിമാനമാണ് സർ സയ്യദ് കോളേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അലിഗഡ് പോലത്തെ ഒരു സർവകലാശാലയുടെ പോലെ തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ ഇറ്റിലമായി മാറിയ സർ സയ്യദ് കോളേജ് നമ്മളെല്ലാം അഭിമാനകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഖലീൽ സാഹിബ് എന്ന് പറയുന്നത് വെറും അധ്യാപകൻ മാത്രമല്ല. ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം. പരിസ്ഥിതി നാശം കൊണ്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. UPA ഭരിക്കുന്ന സമയത്ത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒരു വക്കീൽ എന്ന നിലയിൽ എനിക്കറിയാം എന്തെല്ലാമാണ് സംഭവിച്ചേക്കുന്നുള്ളത്. ജയറാം രമേശ് അന്ന് മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹം വലിയ രീതിയിൽ പരിസ്ഥിതി അനുകൂലിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു. അപ്പോൾ വലിയ പ്രോജക്റ്റുകളുടെ ക്ലിയറൻസിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹം അണുമണി കൂടാണ്ട് എല്ലാ ക്ലിയറൻസിനും ശേഷം മാത്രമേ എത്ര വലിയ പ്രോജക്റ്റോ എത്ര വലിയ കോടീശ്വരനോ ആണെങ്കിൽ പോലും ആ പ്രോജക്റ്റിന് ക്ലിയറൻസ് നൽകുകയുള്ളൂ. പക്ഷെ അതിനുശേഷം വന്നൊരു മന്ത്രി, UPA സമയത്ത് തന്നെ വന്ന ഒരു മന്ത്രി ഈ പറയുന്ന കാര്യത്തിലെല്ലാം വലിയ രീതിയിൽ ഇളവുകൾ കൊടുത്തിട്ട് CKP റയീസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ AP സുബൈർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് TP സാജിദ്, അഡ്വക്കേറ്റ് KA ലത്തീഫ്, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, AK ഇബ്രാഹിം, ഫൈസൽ COT, TP ഹാഷിം ഹാജി, CKP അലവി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മുഹ്സിൻ മുനവർ ഖിറാഅത്ത് നടത്തി. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കടവത്തൂർ ഡിവിഷൻ പരിധിയിലെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ മെമ്പർ PK അലിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി തലശ്ശേരി ASP PB കിരൺ IPS ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കടവത്തൂർ ഡിവിഷൻ പരിധിയിലെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ മെമ്പർ PK അലി അനുമോദിച്ചു. കടവത്തൂർ PKM ഹൈസ്കൂളിൽ വച്ച് നടത്തിയ പരിപാടിയിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ KC നൌഷാദ് കരിയർ ക്ലാസിന് നേതൃത്വം കൊടുത്തു. തലശ്ശേരി ASP PB കിരൺ IPS ഉദ്ഘാടനം ചെയ്തു. മൊമെന്റോ കൈമാറ്റവും അദ്ദേഹം നടത്തി. ഫർവ ഫാത്തിമ, മുഹമ്മദ് ഇലീസ്, +2 സജ നിഹാൽ, ഹാനിയ. ഒരു സ്ട്രോങ് നോ പറഞ്ഞ് ബാക്കി കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജിയും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇനി അനുഭവത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നത്. അത് മുന്നോട്ടും അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ വേദിയിൽ ഒരുപാട് മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, പഠനത്തിനൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കുട്ടികളെ നല്ലോണം പ്രൊമോട്ട് ചെയ്യണം. അത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്ത് തന്നെയായാലും അതിൽ മാക്സിമം കുട്ടികളെ പ്രൊമോട്ട് ചെയ്യണം. കാരണം അതൊരു ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മൊത്തം ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്പോർട്സിലൂടെയും ആർട്സിലൂടെയും ഇവർ പഠിക്കുന്ന പാഠങ്ങൾ ഒരിക്കലും ഒരു പാഠപുസ്തകത്തിലൂടെയോ ഒരു കരിക്കുലത്തിലൂടെയോ പഠിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ കുട്ടികളെ മാക്സിമം എൻകറേജ് തന്നെ ചെയ്യണം. പക്ഷെ എന്നാൽ പഠനം നമുക്ക് ഒരേപോലെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയമ്പ്രത്ത് ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈറീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ശാന്ത, സ്കൂൾ മാനേജർ PPA സലാം, പഞ്ചായത്ത് മെമ്പർമാരായ നസീമ ചാമാളി, ഹാജറ യൂസഫ്, തങ്കമണി, സുലൈഖ, PTA പ്രസിഡന്റ് നാസർ പുത്തലത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ സുജൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി CK മുഹമ്മദ് അലി, അക്കാഡമിക് ചെയർമാൻ മുഹമ്മദ് റഹ്മാനി, മുഹമ്മദ് പൂന്തോട്ടം എന്നിവർ സംബന്ധിച്ചു. ബ്ലോക്ക് മെമ്പർ PK അലി സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി തലശ്ശേരിയിലെത്തുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ്
അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ MBA ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പ്രസിഡന്റ് CKP മമ്മു അധ്യക്ഷനായി. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി KP താഹിർ, N മഹമ്മൂദ്, റഷീദ് കരിയാടൻ, സാഹിർ പാലക്കൽ, C അഹമ്മദ് അൻവർ, AK സക്കരിയ, TK ജമാൽ, റഷീദ് തലായി, തഫ്ലീം മാണിയാട്ട്, ജംഷീർ മഹമ്മൂദ്, ഷഹബാസ് കായത്ത്, COT ഫാസൽ, അഡ്വക്കേറ്റ് TP സാജിദ്, സഫ്വാൻ മേക്കുന്ന്, റഹ്മാൻ തലായി, V ജലീൽ, മഹറൂഫ് ആലഞ്ചേരി, KP അബ്ദുൽ കരീം, KP അബ്ദുൽ ഗഫൂർ, PMC മൊയ്തു ഹാജി, KV മജീദ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. सजना इन पलकों पर रहना सजना मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. MS Public School is among the trusted chambers who believes in meaning the service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School panel. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്ക് കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാഹി. Answer to your child's future. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചായ മൊഗേരി ഡോജോ വിദ്യാർത്ഥികൾക്ക് ഏകദിന കരാത്തെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കരാത്തെ കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കരാത്തെ കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മളെ കരാത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ലക്ഷ്മണ രേഖ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. നമ്മൾ ആരോടുകൂടി പെരുമാറിയാലും, നമ്മൾ ആരോട് കൂട്ടം കൂടിയായാലും, നമ്മൾ ഏത് ഫംഗ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാക്കി വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു മാർഷൽ ആർട്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിന് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അവരൊരു മാതൃകാപരമായിരിക്കണം. അവർ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ മാതൃകയായിരിക്കണം. നമുക്കറിയാം, ഏത് തലങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലും, ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും, അവർ ഏത് ഉന്നത സ്ഥാനം വഹിച്ചു കഴിഞ്ഞാലും അവരുടെ സ്വഭാവം ശരിയില്ലെങ്കിൽ പിന്നെന്താ കാര്യം? കോഴിക്കോട് ഡിസ്ട്രിക്ട് ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി രാഹുൽ രാജ് അധ്യക്ഷനായി. കൂടാതെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ശിവാനി S വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. നിവേദ്യ സുരേഷ് സ്വാഗതവും ആവണി നന്ദിയും പറഞ്ഞു. നാടക കലാകാരൻ മലയാള വിനോദ് നരോത്തിന്റെ 60ാം പിറന്നാളിൽ അദ്ദേഹത്തെ മലയാള കലാനിലയം ആദരിക്കും. മെയ് 30 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മലയാള കലാനിലയം ഹാളിൽ വെച്ച് നടക്കുന്ന പിറന്നാൾ ആദര സമ്മേളനം പ്രമുഖ നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മലയാള കലാനിലയത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ നാടകരംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നാടക മണ്ണിനെ ജൈവികമായ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കലാനിലയത്തിന്റെ സാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള ഒരു ബൃഹത്തായ അർത്ഥവത്തായ ഒരു ആദരവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ 60ാം പിറന്നാൾ ആയി ബന്ധപ്പെട്ട് കലാനിലയം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മകഥ അംശം ഉൾക്കൊള്ളുന്നതായ ഫ്ലാഷ് ബാക്ക് എന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് നമ്മൾ ആഘോഷ പരിപാടിക്ക് കൊടുത്തിട്ടുള്ളത്. രാവിലെ 9:30 നടക്കുന്ന പ്രതിഭാ സംഗമത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ രംഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചവരെയും അനുമോദിക്കും. 10 മണിക്ക് കലാമണ്ഡലം അശ്വിനി പ്രസിഡന്റ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നടക്കും. 11 മണിക്ക് ശ്രീലക്ഷ്മി പവിത്രൻ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം പാവവീട് അരങ്ങേറും. 12 മണിക്ക് കലാനിലയം നാടകവേദി നാടക പ്രവർത്തക സംഗമവും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 3 മണിക്ക് രേഷ്മ അനിൽ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ശീലം അരങ്ങേറും. വൈകിട്ട് 3:30 സുഹൃത്ത് സമ്മേളനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മഹേന്ദ്രൻ, പി കുമാരൻ, വിനോദ് വെള്ളോത്ത്, ജയപ്രകാശ് പന്തക്ക, അജീഷ് പന്തക്ക എന്നിവർ പങ്കെടുത്തു. JCI സോൺ 19 വിദ്യാർത്ഥികൾക്കായി 50 ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും മാഹിയിലെയും +2 ഡിഗ്രി പഠനം ഈ വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. JCI ഇന്ത്യ രാജ്യത്താകമാനം പല സ്കോളർഷിപ്പ് പദ്ധതികൾ നിലവിൽ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ JCI സോൺ 19 നമ്മുടെ സാർ പറഞ്ഞതുപോലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പിന്നെ നമ്മുടെ സമീപ പ്രദേശമായിട്ടുള്ള മാഹി, കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള മാഹിയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വലിയൊരു മെഗാ സ്കോളർഷിപ്പ് പ്രോജക്റ്റാണ് നമ്മൾ ഇത് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സാമ്പത്തിക ബാധ്യത ഉള്ള അല്ലെങ്കിൽ ചെലവുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ സാധാരണക്കാരായ കുട്ടികൾക്ക്, ഏറ്റവും മിടുക്കരായിട്ടുള്ള സാധാരണക്കാരായ കുട്ടികൾക്ക്
അവരുടെ കഴിവനുസരിച്ച് അവർ ഈ പ്രവേശന പരീക്ഷയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ അവർ പുറത്തെടുത്താൽ 100% വരെ അവർക്ക് സ്കോളർഷിപ്പ് നേടാവുന്നതാണ്. അങ്ങനെ നേടിയ പല കുട്ടികളും ഇപ്പോൾ നിലവിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ജില്ലകളിലും മാഹിയിലുമായിട്ട് 10 എക്സാം സെന്ററുകളാണുള്ളത്. അതിലൊന്ന് തലശ്ശേരിയാണ്. പദ്ധതിയുടെ ഭാഗമായി CA, CMA, ACCA, CS എന്നീ കോഴ്സുകളാണ് ലഭ്യമാകുക. പരീക്ഷാ മാർക്ക് അടിസ്ഥാനത്തിൽ ഈ കോഴ്സുകളിൽ ട്യൂഷൻ ഫീസ് 100% വരെ സ്കോളർഷിപ്പ് നേടാൻ കഴിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്കോളർഷിപ്പിലേക്ക് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അർഹതരെ ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്, സ്കോളർഷിപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ, അതായത് മാഹിയിലെയും +2 ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന്റെ അവസരം നൽകുന്നത്. അതിൽ CA, CMA, ACCA, കമ്പനി സെക്രട്ടറി എന്നീ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏത് കോഴ്സിലായാലും 15% ട്യൂഷൻ ഫീസ് ഇളവ് ലഭിക്കും. ഇരിട്ടി, മട്ടന്നൂർ, തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മാനന്തവാടി, കൽപ്പറ്റ, ചെറുപുഴ എന്നിവിടങ്ങളിലാണ് പരീക്ഷ നടക്കുക. ജൂൺ 4 ബുധനാഴ്ച രാവിലെ 10 മണിക്കാണ് പരീക്ഷ നടക്കുക. ആദ്യ സ്ഥാനം നേടിയ വിദ്യാർത്ഥിക്ക് 7000, രണ്ടാം സ്ഥാനത്തിന് 5000, മൂന്നാം സ്ഥാനത്തിന് 3000. ഓരോ സെന്ററിലെയും ടോപ്പ് വിദ്യാർത്ഥിക്ക് 1000 രൂപ വീതം ക്യാഷ് അവാർഡും ലഭിക്കും. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. രജിസ്ട്രേഷൻ ഗൂഗിൾ ഫോം ലിങ്ക് മുഖേനയാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 3. വാർത്താ സമ്മേളനത്തിൽ സോൺ 19 ഡയറക്ടർ രഗ്നേഷ് P, പ്രൊജക്ട് ഡയറക്ടർ സിദർ സൈഫുദ്ദീൻ, JCI തലശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ഷഹസാദ്, JCI പാനൂർ JFM നൌഷാദ്, JCI കൂത്തുപറമ്പ് പ്രസിഡന്റ് സുവിന്ദ് PK, JCI മാഹി പ്രസിഡന്റ് ജംഷീദ്, JCI ചെറുവാഞ്ചേരി പ്രസിഡന്റ് ദീപേഷ്, JCI പഴശ്ശി ജനറൽ സെക്രട്ടറി JFM നിസാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ബസ് ഫാനിംഗ് കൂട്ടായ്മയായ മലബാർ റൈഡേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മട്ടന്നൂർ സച്ചിദാനന്ദ ബാലമന്ദിരത്തിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ബസ് ഫാനിംഗ് കൂട്ടായ്മയായ മലബാർ റൈഡേഴ്സിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മട്ടന്നൂർ സച്ചിദാനന്ദ ബാലമന്ദിരത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഗ്രൂപ്പ് അഡ്മിൻമാരായ സുലീഷ് തിലങ്കരി, സച്ചിൻ മരുതായി, അനൂട്ടൻ പുന്നാട്, അഭിജിത്ത് കൂത്തുപറമ്പ്, ജോമി ജോർജ്, പ്രജിൻ ആലച്ചേരി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വളപട്ടണത്ത് ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ കക്കൂസ് മാലിന്യ ലോറിയും ലോറിയിൽ സഞ്ചരിച്ചിരുന്ന ഒരാളെയും പിടികൂടി. തിങ്കളാഴ്ച ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ അരോളി സ്വദേശി അശ്വിനാണ് മരണപ്പെട്ടത്. കണ്ണൂർ കലക്ടറേറ്റിൽ റവന്യൂ റിക്കവറി വിഭാഗം ഭൂമി തരംതിരിക്കൽ ഓഫീസിൽ വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയത് ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന 500ഓളം അപേക്ഷകൾ. ജില്ലയിൽ കാലവർഷം കനത്തതോടെ KECBക്ക് ഇതുവരെ 8.96 കോടി രൂപയുടെ നാശനഷ്ടം. നിരവധി പോസ്റ്റുകളും ലൈൻ കമ്പികളും നശിച്ചു. മഴക്കാല പൂർവ്വ പ്രവൃത്തികൾ താളം തെറ്റിയെന്ന ആരോപണം. തലശ്ശേരി നഗരസഭാ യോഗത്തിൽ വാക്കേറ്റവും ഇറങ്ങിപ്പോക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.